അത് കളഞ്ഞില്ല നിങ്ങള് ഹായ് ഹലോ. ഇതാ അത് രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞായറാഴ്ചത്തെ എൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. നമ്മളെ എന്താ പറയുക, ലൈക്ക് തരുന്നവർക്കും അതുപോലെ കമൻ്റ് ഇടുന്നവർക്കും ഒത്തിരി കമൻറ്റുകളൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മുടെ ദുഃഖത്തിലും നമ്മുടെ സന്തോഷത്തിലും നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. പേരെടുത്തെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും അറിയാം നമ്മളെ ആരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു, ആരൊക്കെ നമ്മളെ എന്താ പറയുക, മാനസികമായിട്ട് നമ്മളൊക്കെ ഒരു സഹായം എന്ന് പറയുന്നത് ഭയങ്കരമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ തുടങ്ങാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് താഴെ ഇപ്പോൾ കുറേ ദിവസമായി നമ്മളെ വീടിൻ്റെ അവിടുത്തെ വീഡിയോസൊക്കെ ഇട്ടിട്ട്. കാരണം നമ്മളിപ്പോൾ ഒരു മാസത്തിൽ മേലെയായിട്ടോ നമ്മളെ വീടിൻ്റെ തറപ്പണി കഴിഞ്ഞിട്ട്. പക്ഷേ അതിന് ശേഷം നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതാ നമ്മൾ മുളക് ചുട്ട് ചമ്മന്തി പൊടിക്കാമെന്ന് ഓർത്തു കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ബാത്റൂമിൻ്റെ കുഴി അവിടെ കെട്ടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പണിക്കാരുണ്ട്, 2 പേരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് നമ്മൾ ചോറ് കൊടുക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്തു, ഉള്ളിയും ചുട്ടു, അതുപോലെ മുളകും ചുട്ടാണ് കേട്ടോ ചമ്മന്തി പൊടിച്ചത്. അപ്പം രുചി നോക്കി ഞാനും കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ ചുട്ടരച്ച് ചമ്മന്തിക്ക് എന്താണെങ്കിലും രുചി ഉണ്ടാവില്ല. അപ്പം ആരുണ്ടാക്കിയാലും രുചി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ ചോറ് ഏതാണ്ടൊക്കെ പാകത്തിന് വേവായിട്ടുണ്ട്. അത് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇലയുടെ ആയിരുന്നു ഉണ്ടാക്കിയത്. കാരണം ഞാനും കുഞ്ഞേട്ടയും മോനും കൊടുവും മാത്രമേ ഉള്ളൂ. അവർ ആദ്യക്കുട്ടനും മോനുസൊക്കെ പിന്നെ ഒരാഴ്ചയായിട്ട് അവർ ക്രിസ്മസിൻ്റെ അന്ന് ടൂറൊക്കെ പോയിട്ട് ടൂർ കഴിഞ്ഞ് അങ്ങോട്ട് പോയതാണ്. പിന്നെ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് മാത്രമായതുകൊണ്ട് ഞങ്ങൾക്ക് കടിയൊക്കെ കുറച്ച് മതിയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വെറും 3 ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. ഇലയുടെ ഏകദേശം വലുപ്പത്തിൽ അങ്ങോട്ട് ഉണ്ടാക്കി. അപ്പോൾ ഓരോന്നും മതി ഓരോരുത്തർക്കും നല്ല രീതിയിൽ വയറ് നിറച്ച് കഴിക്കാനുണ്ടായിരുന്നു. പിന്നെ ചോറും കറിയായി, ബീട്രൂട്ട് തോരനും വെച്ചു, മീൻ കറി ഉണ്ടായിരുന്നു. പിന്നെ താഴത്തെ അമ്മേനോട് ഞാൻ തുണി അലക്കി വിരിച്ചിടാൻ നേരത്തെ ഇങ്ങനെ മേലോട്ട് നോക്കിയപ്പോൾ മരത്തിൽ കപ്പളങ്ങ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ താഴത്തെ അമ്മയോട് പറഞ്ഞു, അമ്മ ഒരു കപ്പളങ്ങ പറിച്ചാലൊന്നും അവയ്ക്ക് കറി ഉണ്ടാക്കായിരുന്നു എന്ന് പറഞ്ഞേ. അപ്പോൾ അമ്മയാണെങ്കിൽ താഴത്തെ അമ്മയ്ക്ക് കൈക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഒരു പ്രായമായതാണ്, ശ്വാസം മുട്ടൊക്കെ ഉള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവരും ഇങ്ങനെ പറിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കില്ല. എന്നാൽ പിന്നെ പറിക്കാമെന്നും പറഞ്ഞ് നമ്മൾ തോട്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് പറിച്ചു കിട്ടും. അതാ ചിപ്പിമോൾ അപ്പോൾ കയറി വന്നു കേട്ടോ. പിന്നെ ഞാൻ കപ്പളങ്ങ പറിച്ച് വന്നതിൻ്റെ ശേഷമാണ് പറിക്കുമ്പോഴാട്ടോ അവൾ കയറി വന്നത്. അപ്പോൾ പിന്നെ ചിപ്പിമോൾ എന്നാൽ ഇതൊന്ന് പിടിക്കുക, നമുക്ക് കാന്താരി മരത്തിൽ നിന്ന് കാന്താരി പറിക്കുന്ന വീഡിയോ പിടിക്കാമെന്നും പറഞ്ഞ് അവൾ പിടിച്ചു തന്നാണ് കേട്ടോ. അപ്പം കപ്പളങ്ങ പറിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്നാൽ പച്ചക്കാന്താരിയൊക്കെ അരച്ചിട്ട് കറി വെക്കാം, തേങ്ങ അരച്ച് കറി വെക്കാമെന്ന് ഓർത്തു. അങ്ങനെ അതെല്ലാം ആക്കി താഴത്തേക്കുള്ള ഭക്ഷണമൊക്കെ ആക്കി ചാക്കിലാട്ടോ എല്ലാം എടുത്തത്. അപ്പോഴത്തേ നമ്മൾ തൊട്ടടുത്തുള്ള വീട്ടിൽ ചേച്ചീൻ്റെ മോന് UK വന്നതിൻ്റെ വക UK പോയി പഠിച്ചു, എൻജിനീയറിംഗ് എല്ലാം കഴിഞ്ഞ് പഠിച്ച് ജോലി അതിൻ്റെ വക അവിടുന്ന് മിഠായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അവിടെ വാങ്ങി വെച്ചിട്ട് അങ്ങനെ അതെല്ലാം വാങ്ങി വെച്ച് ഞാനും കൂടെ താഴേക്ക് പോന്നു കേട്ടോ. ചേട്ടായി രാവിലെ തന്നെ പോന്നിട്ടുണ്ടായിരുന്നേ. ഊരിയാ പയറൂരിയാ അമ്മ വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ വെള്ളം അടിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും മണ്ണിട്ട് കഴിഞ്ഞാൽ മണ്ണ് തറയിലേക്ക് ശരിക്കും ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലപോലെ ഇങ്ങനെ വെള്ളം അടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ മഴ പെയ്യണം. അപ്പോൾ മഴ ഇപ്പോൾ അങ്ങനെ കാര്യമായിട്ട് പെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ വെള്ളം നല്ലപോലെ പൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മളെ ബാത്റൂമിൻ്റെ കുഴി കണ്ടില്ലേ, JCBക്ക് എടുത്തതുകൊണ്ട് അത്യാവശ്യം വലിയ കുഴിയായി പോയിട്ടോ. അതുമാത്രമല്ല അടിയിൽ അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. ഇനിയിപ്പോൾ ആ വെള്ളമൊക്കെ മൂടി കെട്ടി വരണം കേട്ടോ നമ്മൾ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം കല്ല് പെറുക്കിയിട്ടത് എന്താ പറയുക, എനിക്ക് തോന്നുന്നു ഒരു 1.5 മണിക്കൂറൊക്കെ ഞാനും എല്ലാത്തിനും കൂടിയിട്ടുള്ളൂ കേട്ടോ. ബാക്കി ഫുള്ള് പിന്നെ ചേട്ടായും അവർ തന്നെയാണ്. നമ്മളെക്കൊണ്ട് പറ്റുന്ന കല്ലുകളൊക്കെ എടുത്തുകൊണ്ട് വരാനും കഴിയുള്ളൂ. അപ്പോൾ പൊട്ടിയ കല്ലുകളും ചെറിയ വിട്ടൽ സിമെൻറ്റ് കല്ലുകളൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുള്ളൂ കേട്ടോ.
പിന്നെ മക്കളില്ലല്ലോ വീഡിയോ പിടിച്ച് തരാൻ. അപ്പോൾ എനിക്കിങ്ങനെ ഇത് വീഡിയോ പിടിച്ച് തന്നെ നിൽക്കാനും പറ്റില്ല. അപ്പോൾ ചെന്ന ഉടനെ കുറച്ച് പിടിച്ച് വെച്ചതാണ് കേട്ടോ. ഞങ്ങൾ താഴേക്ക് ചെല്ലുമ്പോൾ ഇതാണ് അവസ്ഥ, ഇങ്ങനെ ഏറ്റവും അടിയിൽ നിന്ന് ഇങ്ങനെ കെട്ടി വരുന്നുള്ളൂ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ വീടിൻ്റെ അടുത്ത് നമ്മളെ സിന്ധു ചേച്ചി ഉണ്ട് കേട്ടോ. അപ്പോൾ സിന്ധു ചേച്ചീൻ്റെ മോള് പ്രഗ്നൻ്റ് ആണ്. കല്യാണത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അവരെ. അപ്പം മോളെ ഒന്ന് കാണാൻ പോയി. അവൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയം ചെറിയൊരു ഹോസ്പിറ്റൽ കേസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞൊന്ന് കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് വീഡിയോ പിടിച്ചാണ് കേട്ടോ ഇത്. അവളെ കാണിക്കാൻ എന്താ വെച്ചാൽ വീഡിയോയിൽ വരാനൊരു മടി പോലെ, അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ ആരും വന്നിട്ടില്ല. ഇതാ മോള് ബാക്ക് വശം കാണാം, നമ്മൾ അവിടുത്തെ വീട്ടിലെ മോളെ. അവന് ദൂരേന്ന് പിടിച്ചപ്പോൾ അവർ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ വീഡിയോ കണ്ടിട്ട് എൻ്റെ തലതല്ലി പൊട്ടില്ല അറിയില്ല. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും വന്നിട്ട് പിന്നെ നമ്മൾ എന്താ പറയുക, കല്ല് ഇറക്കിയിട്ടില്ല കേട്ടോ. ബാത്റൂമിൻ്റെ കുഴി കെട്ടാനായിട്ട് നമ്മൾ കല്ലിറക്കിയില്ല. നമുക്ക് അവിടെ ഉള്ള തറേൻ്റെ കല്ലുകളും ബാക്കിയുള്ള സിമെൻറ്റ് കട്ടയൊക്കെ വെച്ചിട്ടാണ് കെട്ടാമെന്ന് വിചാരിച്ചത്. പിന്നെ ഈ കല്ല് പെറുക്കിയിടാനൊക്കെ ഞങ്ങൾ കൂടിയിട്ടുണ്ട് കേട്ടോ. വീഡിയോയിലൊന്നും കാണാത്തതുകൊണ്ടൊന്നും കരുതണ്ട, കാരണം വീഡിയോ പിടിച്ചു തരാൻ ആരും ഉണ്ടായിരുന്നില്ല, മക്കളാരും ഇല്ലല്ലോ. അപ്പോൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഓരോരോ കഷ്ണങ്ങളൊക്കെ നമ്മൾ പിടിച്ച് വെക്കുകയാണ് ചെയ്തത്. പിന്നെയെന്ന് പറഞ്ഞാൽ വീട് പണി എന്താണ് എന്താ വീട് പണീൻ്റെ പുതിയ ഇതെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 1 മാസത്തോളമായി തറ കഴിഞ്ഞിട്ട്, പക്ഷേ നമുക്ക് പഞ്ചായത്തിൽ ഫണ്ടില്ല എന്ന് പറഞ്ഞു. 2-3 വട്ടം ഞാൻ പഞ്ചായത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ഫണ്ടില്ല, പഞ്ചായത്തിൽ പൈസ തരാനില്ല. പിന്നെ നമ്മൾ അനീഫാക്ക വീട് പണി ഏറ്റെടുത്തപ്പോൾ അനീഫാക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, എങ്ങനെയാണെങ്കിലും പൈസ എടുത്ത് നമ്മൾ ചെയ്തു തരാം, നിങ്ങൾക്ക് വീട് പണി നിങ്ങൾ പഞ്ചായത്തിന് കിട്ടുന്നതിനനുസരിച്ച് തന്നാൽ മതി എന്നൊക്കെ ഇക്കായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അനീഫാക്കയ്ക്കും എന്തോ സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ വന്നതുകൊണ്ടാണ് അനീഫാക്ക പറഞ്ഞു പൈസ ഇപ്പം കയ്യിലില്ല, അപ്പം പഞ്ചായത്തിന് കിട്ടിയാലേ ഇനി പണി തുടങ്ങാൻ പറ്റുള്ളൂ എന്ന്. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ പൈസ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നമ്മൾക്കിപ്പം ഇങ്ങനെ വലിയ സംഖ്യ, ഇപ്പോൾ 1 ലക്ഷം അങ്ങനെ 50,000 എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഖ്യ നമ്മളെ കയ്യിൽ സേവിങ്സ് ആയിട്ടൊന്നുമില്ല. നമ്മളിപ്പം എവിടുന്നെങ്കിലും ലോൺ എടുക്കണം. അപ്പം നമ്മൾ 5 സെൻറ്റ് സ്ഥലമല്ലേ ഉള്ളൂ, അത് നമ്മളിപ്പോൾ ബാങ്കിൽ പണയം വെച്ചാൽ നമുക്ക് 1 ലക്ഷം ഒന്നും കിട്ടില്ല കേട്ടോ. കൂടിപ്പോയി ഒരു 50,000 കിട്ടുള്ളൂ, അതിൽ കൂടുതലൊന്നും കിട്ടില്ല. അപ്പോൾ അത് വെച്ചിട്ട് അങ്ങനെ ചെയ്യണ്ടെന്ന് കരുതി എന്നല്ല, നമ്മൾ ആ ഒരു സാഹചര്യം വന്നാൽ ചെയ്യണം, നോക്കാം, കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം പ്രസിഡൻറ്റിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയണത് ഇതാണ്, ഫണ്ടില്ല പഞ്ചായത്തിൽ തരാൻ നമുക്ക്. അങ്ങനെ ആയതുകൊണ്ടാണ്. പിന്നെ നമുക്ക് വേറെ വഴിയിൽ നിന്ന് കിട്ടാൻ അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ ലോണിനൊക്കെ നോക്കുന്നുണ്ട്, എവിടെയെങ്കിലും എന്തെങ്കിലും ലോണൊക്കെ റെഡിയായി കിട്ടുവാണെങ്കിൽ. പിന്നെ അയൽക്കൂട്ടത്തിലൊന്നും ഒരുപാട് സമ്പാദ്യം ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് അയൽക്കൂട്ടത്തിൽ നിന്നൊന്നും വലിയ ലോണ് കിട്ടാത്തത് കേട്ടോ. എനിക്കൊക്കെ അയൽക്കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു 2,500-3,000 രൂപ സമ്പാദ്യമുള്ളൂ. അപ്പം അങ്ങനെ ഒരു അത്യാവശ്യം നല്ല സമ്പാദ്യം ഉണ്ടെങ്കിൽ ഒരു 50,000 വരെയൊക്കെ തരും. അതും സമ്പാദ്യവും ഇല്ല കേട്ടോ. അങ്ങനെ എന്തായാലും വേണ്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ വീട് പണി ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അനീഫാക്ക വീട് പണി ഏറ്റെടുത്തപ്പോഴേ അനീഫാക്ക പറഞ്ഞിരുന്നു, നിങ്ങളെ കയ്യിലില്ലെങ്കിൽ നമ്മളത് തീർത്ത് തരും, അത് എന്താ പറയുക, നമ്മൾ പഞ്ചായത്തിന് കിട്ടുമ്പോൾ നമുക്ക് തന്നാൽ മതി എന്നുള്ളതില്ലേ. അപ്പം നമുക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ എല്ലാവരും പറഞ്ഞാൽ ശരിയാ. മോളിലോ ചാമ്പങ്ങ ഉണ്ടല്ലേ? അതാ മോളിൽ എങ്ങനെ കിട്ടും കൂടു? ആണോ? കമ്പി കൊണ്ട് ആണോ? ആണോ? ചാമ്പങ്ങ ഉണ്ട്. ഇത് ഞാൻ കണ്ടില്ല എന്നാല്. ഇത് 2-3 നിൽക്കല്ലേ? എല്ലാവരും പറയുന്നത് ശരി തന്നെയാണ്. അതായത് വീട് പണി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടക്കില്ല കേട്ടോ. നമ്മൾ അങ്ങനെ എങ്ങനെയൊക്കെ തീർന്ന് ഇത്ര മാസം കൊണ്ടൊക്കെ കഴിഞ്ഞിട്ടെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്യും മനസ്സിൽ ആദ്യം തന്നെ, ഇന്ന പോലെ അങ്ങനെയൊക്കെ കഴിയും, ഇങ്ങനെയൊക്കെ കഴിയും എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യും. പക്ഷേ ഈ ഒരു വീട് പണി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അനീഫാക്കനെ പറഞ്ഞിട്ടും കാര്യമില്ല, അവരുടെ കയ്യിലുള്ള പൈസ അവരെ ആവശ്യങ്ങൾക്ക് ചിലവഴിക്കാനുള്ളതാണല്ലോ. പിന്നെ പിന്നെ എന്താ പറയുക, കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോഴും ഇക്കായി അങ്ങനെയാണ് പറഞ്ഞത്. ഇപ്പം പണി അവരുടെ കയ്യിലുള്ള പൈസ തിരിഞ്ഞു പോയി. ഇപ്പം ഇനിയിപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇക്കായി തുടങ്ങി തരാമെന്ന് പറഞ്ഞു.
പക്ഷേ പഞ്ചായത്തിൽ അതിനുള്ള ഫണ്ടുകളില്ല. നമ്മളെ അടുത്തുള്ള വീടുകളൊക്കെ അങ്ങനെ പണി നിർത്തി വെച്ചാണ് കേട്ടോ. അപ്പോൾ സുബി ചേച്ചിയും എല്ലാവരും കൂടെ പറഞ്ഞിട്ടുണ്ട് ന്യൂ ഇയർ നമുക്ക് ചെറിയൊരു കേക്ക് മുറിക്കണം, അപ്പോൾ ഞായറാഴ്ച നീ ഒരു ഉച്ചയാകുമ്പം കേക്കും വാങ്ങി വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി ഷെയർ ചെയ്തിട്ടൊരു കുഞ്ഞ് കേക്ക് വാങ്ങാൻ പ്ലാൻ ചെയ്തു. അപ്പോൾ കേക്ക് വാങ്ങി പോരണം എന്ന് പറഞ്ഞ കാരണം ഞാനും കൂടെ അങ്ങാടിയിൽ നിന്ന് ഒരു കേക്കും വാങ്ങിയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മേല് മുഴുവൻ അഴുക്കാണ്. ഗിരിജ ടീച്ചറും ഞാൻ അവിടെ എത്തിയ സമയത്ത് കൃത്യം ടീച്ചറും എത്തിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ രണ്ടാളും അപ്പം ഞാൻ എന്ത് ചെയ്തു, കയ്യും കാലും കഴുകി ഞാനും കൂടും. ഞങ്ങൾ രണ്ടാളും കയ്യിലും കാലിലും മണ്ണായിരുന്നു കേട്ടോ. ഞങ്ങൾ കയ്യും കാലൊക്കെ കഴുകിയതിന് ശേഷം കയറി. ടീച്ചറും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു ചെറിയൊരു ന്യൂ ഇയർ സെലിബ്രേഷനാണ് നടത്താൻ വിചാരിച്ചത്. അതെങ്ങനെയാ വെയിലത്തല്ലേ ഇരിക്കുന്നത്? കൊടുക്കടി അമ്മ എന്നിട്ട് വായോ വാങ്ങിക്കോ. അമ്മ വരാം. പിന്നെ കുടുവിൻ്റെ മുഖമൊക്കെ കഴുകി വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ടോ. അപ്പം കലച്ചേച്ചിക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആയതിൻ്റെ ഒരു പാർട്ടി വെക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ചേച്ചി ഞായറാഴ്ച കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ട്രീറ്റ് തരാം, എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ട്രീറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ ചേച്ചി ഇരിക്കുന്നത്. അപ്പം ഞാൻ മോണിറ്റൈസേഷനൊക്കെ ആയെങ്കിലും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇതുവരെ ഞാനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നമുക്കൊരു എന്താ പറയുക, ഇങ്ങനെ പറ്റിയിട്ടില്ല. അപ്പം ഒരു വരുമാനമൊക്കെ ആകുമ്പം എന്താണെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാഗ്രഹമുണ്ട്, ഇന്ന പോലെയൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ അതൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. നമുക്കതൊരു വരുമാനമായി നമ്മുടെ കയ്യിൽ കിട്ടുമ്പം വേണം അതൊക്കെ ചെയ്യാൻ. അല്ലാതെ അതിന് മുമ്പായിട്ട് ഞാൻ അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ചേച്ചിയൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ ഇവർക്കും മൂന്നാൾക്കും പിന്നെ അങ്ങനെ ഒരു എൻ്റെ ഒരു അവസ്ഥയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ ഇതില്ല. പക്ഷേ എങ്കിലും അതുപോലെ എഫേർട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. കലച്ചേച്ചിയൊക്കെ ഏറ്റവും കൂടുതൽ എല്ലാ കണ്ടൻറ്റുകളും ഉണ്ടാക്കി ചെയ്ത് പെട്ടെന്ന് ചേച്ചിയൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ജോലിക്ക് പോകുന്ന ആളാണ്, കൂടെ തന്നെ എഫേർട്ട് എടുത്താണ് ചാനൽ ഇതാക്കുന്നത്. പിന്നെ ഗിരിജ ടീച്ചറും അതുപോലെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പോൾ അങ്ങനെ കുറേ നേരം സംസാരിച്ചിരുന്നു. പിന്നെയാണ് ഒരു ചലഞ്ച് വീഡിയോ ഒക്കെ ചെയ്തത് കേട്ടോ. അത് കണ്ടിട്ട് ആരും കളിയാക്കരുത്, നമ്മൾ വെറുതെ ഒരു ദിവസത്തിന് വേണ്ടി ചെയ്തതെന്നുള്ളൂ കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് ചലഞ്ചിങ് വീഡിയോ രമ്യന്റെ നിർദ്ദേശപ്രകാരം ചലഞ്ചിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. റെഡിയല്ലേ എല്ലാവരും? അപ്പൊ ഫസ്റ്റ് ഇടുന്നൊക്കെ എന്തെങ്കിലും രമ്യാണ് പറഞ്ഞത്. രമ്യ സമാധാനം തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ എന്തൊക്കെയാ സംഭവം? എന്താണ് കേക്ക് മുറിച്ചത് ബാക്കിയില്ലേ? കയ്യില് മടക്കി പിടിക്കുക, മുട്ടില് പൊന്തുക, മൊത്തം ശരീരം അതിന്റെ തള്ളവിരല് മാത്രം കുത്തിയിട്ട് നമ്മളെ എത്ര നേരം പൊന്തി നിൽക്കാൻ പറ്റുമോ? ഇവിടെ കാണിച്ചിട്ടേ എന്നോട് പറ്റൂല. അതാണ് ചലഞ്ച് കിട്ടാ. ഞങ്ങൾ 4 പേരും കൂടിയാണ്. നിങ്ങൾ പറയണ കേട്ടോ. ആരെങ്കിലും ഇതിൽ കള്ളത്തെ കാണിച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, പറയണേ. കിടക്ക സ്ഥലം നോക്കാതെയോ? ഞാനിവിടെ കിടന്നോളാം. ഞാൻ അവിടെ ഇങ്ങോട്ട് വരണോ? വേണ്ട, കാല് കാണണ്ടേ? അകത്തി പിടിച്ചേ ചിരിച്ച് ചാവുന്നു. റെഡി 1 2 3 സ്റ്റാർട്ട്. തള്ളവിരല് മാത്രമേ കുത്താവൂ, ശരീരം വയറും ഒന്നും തൊടരുതേ. നോക്കണമെങ്കിൽ ബേക്ക് വന്ന് നോക്കിക്കോട്ടോ. ബേക്ക് വന്നോ? കുത്തിനെ ആരും പിടിച്ചിട്ടില്ല. രണ്ടുപേരും ലോങ് ഷോട്ടിലേക്ക് എടുത്തേക്കുന്നത്. കൈ മൊത്തം ഇങ്ങനെ മടക്കിയല്ല, കൈ ഇങ്ങനെ പൂര മൊത്തം വന്നിട്ടെ, ശരീരം മൊത്തം വന്നിട്ടെ.
എണീറ്റ് എന്നിട്ട് നോക്ക് ആര് കറക്റ്റ് ചെയ്യുന്നേന്ന്. ഇല്ല ഡ്രസ്സാ മക്കളെ വെള്ളമാക്കണ്ട, ആരെങ്കിലും തോറ്റു കൊട്ടേ. മൂന്നാളും തോറ്റോ, ഞാൻ തോറ്റു. എനിക്ക് നാളെ നേരം എന്താ പണിക്ക് വേണ്ടിക്ക് ഊരെ വെച്ചതായി. നല്ല സുഖിയൊന്നും ഇങ്ങനെ നിൽക്കുന്ന കാര്യം ഇങ്ങനെയാണോ ഞാൻ ഇത് ദിവസം ചെയ്യുന്ന അമ്മടി ചേച്ചീനെയാണോ ഇതിന് വിളിച്ചത്? അത് തന്നെ. അയ്യോ ചേച്ചി പോയി. ഞാൻ ടീച്ചറുടെ കാല് മുട്ടുന്നുണ്ട്. തൊട തള്ളവെല്ലാം മാത്രം ഞാനിത് ദിവസം ചെയ്യുന്നു. അപ്പൊ ഫസ്റ്റ് സെക്കൻഡ് പറ. അതുകൊണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫസ്റ്റ് സെക്കൻഡ് ഫസ്റ്റ് എനിക്ക് സെക്കൻഡ് ടീച്ചർക്ക് സമ്മാനം എടുത്ത് ഞാൻ ഒരു ടീച്ചർ എങ്ങനെ പിടിച്ചു നിൽക്കുന്നതാണ്. നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ നോക്കുമ്പോ ആഘോഷമൊക്കെ കഴിഞ്ഞു. ഞാനാണെങ്കിൽ നമ്മൾ പണിസ്ഥലത്ത് നിന്ന് കയറി വന്ന കോലത്തിലായിരുന്നു. ഇവിടെ വന്ന് കൈയും കാലും കഴുകിയിട്ടാണ് പെരക്കാത്ത കയറിയത്. തിരിച്ച് വീണ്ടും അങ്ങോട്ടേക്ക് ഞാൻ പോണേ. അപ്പോൾ ചേച്ചിക്കാണെങ്കിൽ സമയമില്ല. അതുകൊണ്ട് ഞങ്ങൾ വേഗം പോകും കേട്ടോ. ഒരു സന്തോഷം, ഞങ്ങളൊരു സന്തോഷത്തിന് വേണ്ടി ഞങ്ങളൊന്ന് കൂടിയതാണ്. ഇനി എന്താ 2024 അനുഭവം എന്ന് പറഞ്ഞാല് എന്താ, സത്യം പറഞ്ഞാൽ യൂട്യൂബാണ് ഏറ്റവും ജീവിതത്തിൽ വേറൊരു അനുഭവം ഉണ്ടായത്. എനിക്കും അതാട്ടാ. നമ്മള് കൊറേ കാലം ശ്രമിച്ചിട്ട് അത് ഈ ഒരു ഡിസംബർ മാസത്തോടു കൂടി മോണിറ്റേഷനായി. അപ്പൊ അടുത്ത ഞായറാഴ്ച ഞങ്ങൾ അതിന്റെ സെലിബ്രേഷൻ വെച്ചിരിക്കുക എല്ലാരും കൂടി. വെക്കുന്നേ ഉള്ളൂ കേട്ടോ. മോണിറ്റൈസേഷൻ ആയിട്ടും ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റിയല്ല കേട്ടോ. എനിക്ക് എന്റെ കൂട്ടുകാരെല്ലാരും ഉള്ളത് കൊണ്ട് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റിയ. പിന്നെ പ്രത്യേകിച്ചതാ ഇവിടെ, അതുകൊണ്ട് മാത്രം ഞാൻ ഇന്ന് ഈ നില നിൽക്കുന്നത്. അപ്പൊ എനിക്ക് എന്തായാലും ചെയ്തേ മതിയാകും. എനിക്ക് അതായത് നല്ല അനുഭവമായിരുന്നു. ഇതിലും നല്ല അനുഭവമായിട്ട് 2025 ആകട്ടെ, നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും. എനിക്ക് മാത്രമല്ല സബ്സ്ക്രൈബേഴ്സിന്. ഞങ്ങള് ശരിക്കും പറഞ്ഞ സത്യമായിട്ടും 10-13 വർഷം ചോരുന്നിടത്ത് കിടന്ന. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവസാനമായപ്പോഴാണ് വീടിന് തന്നെ ഒരു തീരുമാനം. അത് ഒന്നും ആയില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്കും ഇതേപോലെ തന്നെ ഞാൻ യൂട്യൂബിൽ കയറിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ കിച്ചണിൽ എല്ലാവരും സഹായിക്കുന്നുണ്ട്. സുബി സഹായിക്കുന്നുണ്ട്, ശശികല നന്നായിട്ട് സഹായിക്കുന്നുണ്ട്, രമ്യയും എല്ലാരും. എവിടെ എത്തുന്നില്ല സഹായം. എല്ലാരും പിന്നെ എന്താ പറയാ, ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. 3 കുട്ടികൾ, വീട് പണി എല്ലാം കൂടി. ഇപ്പൊ സുബി, ശശികല, പിന്നെ ആരെയും ശശികലിനെ സഹായിച്ച് അങ്ങനെ ആരൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാരും എന്നെയും കൂടി ഒന്ന് മുകളിലേക്ക് എത്തി. എല്ലാവരുടെ സഹകരണം കൊണ്ട് മാത്രം നല്ലൊരു വർഷം ആശംസിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ പറയടാ. പിന്നെ അവിടുന്ന് നേരെ പോയത് അയൽക്കൂട്ടത്തിൽ കേട്ടോ. അയൽക്കൂട്ടം എല്ലാ ഞായറാഴ്ചയാണുള്ളത്. ഇപ്പം 3-4 ഞായറാഴ്ചയായിട്ട് പോകാൻ പറ്റലില്ല. ശരിക്കും പനക്കച്ചാലിലോട്ട് പോയതിന് ശേഷം കൃത്യമായിട്ട് അയൽക്കൂട്ടം കൂടാറില്ല കേട്ടോ. ഇന്നത്തെ അയൽക്കൂട്ടത്തിനൊരു സംഭവമുണ്ട്. അത് കളഞ്ഞില്ല നിങ്ങൾ. 30 കണ്ട ഇത് നോക്കി നിങ്ങൾ. ഇത് കണ്ടു നോക്കി. പഞ്ചസാര കുപ്പിയാന്ന് എനിക്ക് തോന്നിയത് ഇങ്ങനെ നോക്കിയപ്പോ. എന്തൊരു കഷ്ടാലേ. എന്റെ ചേച്ചി തൽക്കാലം ചായ വേണ്ട, കേക്കും കൊണ്ട് പോരി വാ. എന്നാ വരി
എന്നിൽ കുടിയിരിക്കണമേ, എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ ദയാ ചൊരിയണമേ. കോവിലൊന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തക പരിജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂമണി മേടയും തുല്യമായി തൊഴും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും നല്ല രീതിയായി എൻ്റെ 2 കൈകളിൽ നന്മയായി നീ കടന്നിരിക്കണമേ. കൃഷ്ണനിൽ കണ്ട ഭക്തവാത്സല്യവും ശ്രീമുഹമ്മദിൻ കാരുണ്യശീലവും ക്രിസ്തുദേവന്റെ ത്യാഗവും സ്നേഹവും ബാബുജീതൻ അഹിംസയും നീയല്ലോ. എങ്ങുമെങ്ങും നിറഞ്ഞവൻ ദൈവമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എന്റെ പാദം വിടരാതിരിക്കുവാൻ എന്നും എന്നിൽ ദയാ ചൊരിയണമേ. അപ്പൊ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ക്രിസ്മസ് കഴിഞ്ഞു, എന്നാലും ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. അതെ, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ, ക്രിസ്മസ്. ഇതാണ് സംഭവം. നല്ലൊരു ന്യൂ ഇയറിന് വേണ്ടി കേക്ക് മുറിക്കാൻ. കേക്ക് നല്ല പാൽ ചായ ആയിരുന്നു കേട്ടോ പ്ലാൻ ചെയ്തത്. പാലൊക്കെ ചേച്ചി തിളപ്പിച്ച് അടുപ്പത്ത് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് തിളച്ച് തൂത്തു പകുതി. അയ്യോ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഓടി ചെന്ന് അത് ഓഫാക്കി ഞങ്ങൾ 2 കൂടി. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പാലിലേക്ക് ചായപ്പൊടിയൊക്കെ ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് എന്ത് ചെയ്തു, പഞ്ചസാര ഇടേണ്ടതിന് പകരം നല്ലപോലെ ഉപ്പ് കോരിയിട്ടു കേട്ടോ. ആ ചായ മൊത്തം പോയി. അതാണ് എല്ലാവരും കൂടിയിട്ട് ചിരിച്ചത് കേട്ടോ. ശരിക്കും നല്ല ചായയായിരുന്നു. 2 പാക്കറ്റ് പാലാണ് കേട്ടോ ഞാൻ കളഞ്ഞത്. ഉപ്പ് ഇട്ടെന്ന് പറഞ്ഞാൽ ഉപ്പ് കോരി ഇടുമ്പോഴും എന്താ എനിക്കറിയില്ല, ഒട്ടും ഞാൻ ഓർത്തില്ല, ശ്രദ്ധിച്ചില്ല. എന്താ പറയുക ഇപ്പം, ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആ പാൽ വെച്ച് ആ ചായ കുടിക്കാൻ ഞങ്ങൾക്ക് യോഗം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ പിന്നെ ആ ചായ എല്ലാം കൊണ്ട് കളഞ്ഞു. വീണ്ടും ചായ കട്ടൻ ചായയാണ് കേട്ടോ പിന്നെ വെച്ചത്. ശരിക്കും കേക്കിൽ കട്ടൻ ചായ തന്നെയാണ് രുചി. അങ്ങനെ പിന്നെ ചായ വെച്ച് ഞങ്ങളെല്ലാവരും കേക്കൊക്കെ മുറിച്ചു. അപ്പം എല്ലാവർക്കും, നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ, വരുന്ന വർഷം എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വർഷത്തിലും നമുക്ക് നല്ല അനുഭവങ്ങളും മോശം അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. ഓരോ പുതുവർഷം വരുമ്പോഴും നമ്മൾ മനസ്സിൽ വിചാരിക്കും, ഈശ്വരാ ഈ വർഷം നല്ലതാവണേ. അപ്പം കഴിഞ്ഞ വർഷത്തിൽ ഒരുപാട് നന്മകളുണ്ട്, നമ്മളത് ഓർക്കുക. ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളുണ്ട്, അത് നമ്മൾ വിട്ട് കളയുക. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് ഓർക്കുക. ഞാനിപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നില്ല കേട്ടോ. ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നമുക്കുണ്ടെങ്കിലും അതിലൊരുപാട് മറ്റ് സന്തോഷങ്ങൾ നമുക്കുണ്ടല്ലോ. അപ്പോൾ ദൈവം അനുഗ്രഹിച്ച് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഇങ്ങനെ പോയാൽ മതി എന്നുള്ള ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് മുറിയെല്ലാം കഴിഞ്ഞ് വീണ്ടും നമ്മളിവിടെ വന്നു. നമ്മളെ പാത്രം, കഞ്ഞി ചോറൊക്കെ കൊണ്ടുവന്ന പാത്രമൊക്കെ ഇവിടെയായിരുന്നു കേട്ടോ. അപ്പോൾ വന്നപ്പോഴത്തേക്കും ഇതാ ഈ ഒരു അവസ്ഥയിൽ അവർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കരിങ്കല്ല് തികഞ്ഞില്ലായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളെ വീടിൻ്റെ പഴയ കട്ടകളൊക്കെ വെച്ചിട്ട് കുഴി കെട്ടി ഒരു ദിവസം കൊണ്ട് തന്നെ അവർ കെട്ടിക്കഴിഞ്ഞു കേട്ടോ, കംപ്ലീറ്റ് കെട്ടി. പിന്നെ ഇനിയിപ്പോൾ ആ ബാക്കിയുള്ള ഭാഗത്തെല്ലാം നമ്മൾ മണ്ണിടാനുണ്ട്. പിന്നെ ഈ മുൻവശത്ത് നമ്മൾ കെട്ടിയിട്ട് വേണം മണ്ണിട്ടത് ലെവൽ ചെയ്ത് ചെയ്യാനുള്ളത്. അത് എല്ലാം ഇനി സാവധാനം ഓരോന്നോരോന്ന് ചെയ്യണം. അപ്പോൾ തൽക്കാലം ബാത്റൂമിൻ്റെ കുഴീൻ്റെ പണി കഴിഞ്ഞ് ഇനി സ്ലാബ് ഇടാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കൊടു വന്ന പാടെന്താണ്, കുഴിയിലേക്ക് ഇനിയും കല്ലെടുത്തിടുകയാണ് കേട്ടോ. അപ്പോൾ വെള്ളം അതിനകത്തുള്ള സ്ഥിതിക്ക് ആ വെള്ളം ഒന്ന് മൂടി കിട്ടിയത് നല്ലതാണ്. അപ്പോൾ അതിനുള്ള മണ്ണ് ഇനിയിപ്പം ഇന്നത്തോട് അവർ പണി മടുത്തു. 4-4:30 വരെ അവർ പണിയെടുത്തു കേട്ടോ. അപ്പോഴത്തേക്കും ആ കംപ്ലീറ്റ് പണി ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഉണ്ടായിരുന്നത്. അത് വേണ്ട, മേത്ത് വയ്ക്കല്ലേ. ഒന്ന് പറയട്ടെ. മീമി കൂട്ടി ചൂടുണ്ട് അമ്മ ചോറൊക്കെ ചൂടാക്കിയതാ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ഒന്നുകൂടെ പറയാണ്.
പിന്നെ ഇന്നത്തെ വിശേഷങ്ങളും ഒക്കെ ഇത്രയേ ഉള്ളൂ. ഹാപ്പി ന്യൂ ഇയർ. എന്താ പറയുന്നത്? ന്യൂ ഇയർ. അപ്പം ഞങ്ങൾ തിരിച്ചിവിടെ വന്നു. എല്ലാ ഭക്ഷണ സാധനവും ബാക്കിയുള്ള എല്ലാം ചൂടാക്കി ഒഴിവാക്കാനുള്ളതൊക്കെ ഒഴിവാക്കി കഴുകി എല്ലാം കഴിഞ്ഞു. കുറച്ച് തുണിയും കൂടെ വിരിച്ചിടാണ്ട് കേട്ടോ. അതൊക്കെ ഇപ്പോൾ വന്നേരം ഇപ്പോഴാണ് വിരിച്ചിട്ടത്. വിളക്ക് വെക്കൽ നാമം ചെല്ലൊക്കെ കഴിഞ്ഞു. ഇനി കൂടുതൽ ചേട്ടായിമാരൊന്നും വന്നില്ലല്ലോ. ആദ്യകൂട്ടിനെ മോനിച്ചൊന്നും വന്നിട്ടില്ല. അവര് 3-4 ദിവസമായില്ലേ പോയിട്ട്. അപ്പൊ ഇന്ന് രാത്രി ആകുമ്പോഴത്തേക്ക് അവരെത്തും. ഇപ്പൊ സമയത്തായി 8 മണി 7 മണിയായി. ഈ കൂടുതൽ ചോറൊക്കെ കൊടുത്തിട്ട് എനിക്കൊന്ന് മേലൊക്കെ ബീട്രൂട്ട് വേണ്ട, മീൻ മാത്രം മതി. അപ്പൊ എല്ലാവരോടും താങ്ക് യു പറഞ്ഞേ. വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. മീമിയുണ്ട് ചൂടാ ചോറിന്. അപ്പൊ എല്ലാവരോടും ഒരിക്കൽ കൂടി താങ്ക് യു.